അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച മുതൽ ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തിന് വേണ്ട ഡെയിലി ബ്രെഡാണല്ല ഇത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ, അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം. അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാണ്ട സമയമായിരിക്കും. നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താവിൻ്റെ ദിവസം സമർപ്പിക്കുന്നു എന്ന് പറയും. അതുപോലെ നിങ്ങളുടെ യാത്ര, വിദേശ യാത്രയ്ക്കൊക്കെ പോകണവരില്ലേ, അവിടെ ടിക്കറ്റുകൾ എടുക്കണം. ടിക്കറ്റുകൾ, പാസ്പോർട്ട്, രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയത്ത്. അപ്പോൾ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം. ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ, ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസിൻ്റെ പേപ്പറും
മരുന്ന് എഴുതി പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ആ വിഷയങ്ങൾ രാവിലെ എടുക്കണം. ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇത് ഉടമ്പടി പ്രാർത്ഥനയുടെ തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളെപ്പോലെ ദൈവത്തിൻ്റെ ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ രേഖാപ്രാർത്ഥനയൊക്കെ ഉള്ളത്, ആ വിഷയം. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടാൻ പോയിടം വിചാരിച്ചു. അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂരേണ്ടത് ആ സ്ഥാനത്ത് പോയി നിന്നാണ് കൂരേണ്ടത്. അടുക്കള കെട്ടുന്നവരും എസ്റ്റർ എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമമായിട്ട് ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ്? ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ചില പലചരക്കട ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ, കച്ചവട പീടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയി നിന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, അത് ആ വിഷയവുമായി ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന. അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ, ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കണില്ലേ, അപ്പോൾ കേസ് നടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി, എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം. സ്ഥലം അളക്കുക, സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ. അതിൻ്റെ എഗ്രിമെൻറ്റ് പേപ്പർ, പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം, ഫയലുണ്ടാകണം. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും. ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും. അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്നൊരു മുട്ടന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം. ആദ്യത്തെ ഭാഗം അച്ഛൻ കുരിശെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതായത് അപ്ഡേഷൻസാണ് വന്നിരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകേണ്ട, ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ തിരുസേനയെ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, പരീക്ഷയ്ക്ക് പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവർ, ഇൻ്റർവ്യൂവിന് പോകുന്നവർ, വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ രേഖകളുടെ മേലെല്ലാം നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായിലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാഹകയായി നിന്നവളെ, മക്കൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത്. ആദ്യമേ അമ്മയെ അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആശീർവദിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട്, വാങ്ങാൻ പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുത്തവരുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ട് അതിൻ്റെ തീർവ് നടക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാരച്ചീട്ടിനെയും അങ്ങയുടെ തിരുസനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമേ. അതുപോലെ തന്നെ ഈശോയെ, പലതരത്തിലുള്ള കീടങ്ങൾക്ക് കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ, അതുപോലെ തന്നെ പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും, അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ, വലയുടെ കേടുപാടുകൾ, സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക, സ്ഥിരമായി വലക്ക് കേടുപാട് വരിക, അങ്ങനെയുള്ള മേഖലകളിലുള്ള വസ്തുവകൾ, ഇംപ്യൂട്ട്സിനെ, ഉരുപ്പടികളെ, മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും
സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയും കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ്റേ കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാർഡുകളും അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, നിൻ്റെ തിരുമുറിവാർന്ന വരദകരം മക്കളുടെ മേലെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, വിദേശ യാത്ര ചെയ്യുന്നവരെ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവരെ, അവരുടെ പാസ്പോർട്ടുകൾ, വിസ, അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഈശോ നിന്റെ തിരുമുറിവാർന്ന വരദകരം, ആണിപ്പഴുതാകുന്ന അത്ഭുതകരം കർത്താവെ ഈ മക്കളുടെ ശിരസിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പഴ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലനിൽക്കുന്ന തടസ്സങ്ങളെ, ദോഷങ്ങളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാസ്ഥാനത്താരും ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാലും അൽത്താരിൽ നടന്ന 14 ആരാധനയുടെ ദൈവികമായ ശക്തിയാൽ ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ മേലുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും, മറവി തടസ്സങ്ങൾ വരെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുകയും ഇതിലെ ശുഭദീർഘമായ പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥ രേഖകളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവെ, കണ്ണുനീരുടെ വിതയ്ക്കൊന്നും അവർ ജയഘോഷത്തോടെ കൊയ്ത കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. കർത്താവെ, കണ്ണുനീരുടെ പോകുന്നവർ, ആശങ്കയോടെ പോകുന്നവർ ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുവിയെ പരിശുദ്ധാത്മാവിനെ, ദ ജോയ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നു. കർത്താവ്, വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട്, വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട്, അവരുടെ താക്കോലുകൾ, അവരുടെ ലൈസൻസ് അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കുമെന്ന് വിളിച്ചത് കർത്താവ് ആ ദൂതനെ അയച്ചു തരികയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നീ സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവമെന്ന് കർത്താവ് യാക്കോബിൻ്റെ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയിൽ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധ ദൈവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ വലത്തും ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെയും മുമ്പിനും പുറകിലും വരുന്ന മറ്റു വാഹനങ്ങൾ അപചാരം ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. Lord Jesus Christ, the fire finger, soak with the precious blood, Lord, infuse the spirit of power and grace. ഞാനിപ്പോഴും ഓർക്കവേ ദാവീദ് എങ്ങനെ ദാവീദായെന്ന് എന്ന് വെച്ചാൽ ഒരു ബർത്തിമോസ് എന്ന് പറഞ്ഞൊരു അന്തനില്ലായിരുന്നു മർക്കോസിൻ്റെ 10-ാം അധ്യായത്തിൽ. ആ കക്ഷി ജന്മനാന്തരാണെന്ന് തോന്നുന്നു. അയാളവിടെ വഴിയരിയിരുന്ന് യാചിക്കണ സമയത്ത് വഴിയിൽ കിടന്ന ഉണക്ക ഇല പുറത്തുകൂടി മഴ പെയ്യണ പോലെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇയാൾ കാതുകൊണ്ട് ഈ സാധനം പിടിച്ചെടുക്കും. അപ്പോഴേ അയാൾക്കാർ ചോദിക്കുക ആരാണ് ആ പോകുന്നതെന്ന് ഇയാൾ ഇങ്ങനെ കണ്ണ് കാണാൻ പോലെ തപ്പി ചോദിക്കും. പറയും ദാറ്റ് ഈസ് ജീസസ്, അത് കർത്താവാണ്, ഈശോ ആണെന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യൻ ചങ്കലച്ചുകൊണ്ടൊരു വിളിക്കും, ഈശോ ദാവീദിൻ്റെ പുത്രാ എന്ന് വിളിക്കും. ഇത് വിളിച്ചോട് കൂടിയുണ്ട് ഇങ്ങനെ എയർ ബ്രേക്ക് ഇട്ട പോലെ ഈശോ അങ്ങോട്ട് നിൽക്കും. എന്താ കാര്യം? ദാവീദെന്ന് കേൾക്കുമ്പോൾ ദൈവം നിൽക്കും. അത് ഭയങ്കര ഇഷ്ടം എന്താണെന്നറിയാമോ? അയാൾ നമ്മളും ബൈബിളൊക്കെ തർജ്ജമ ചെയ്ത് ഭയങ്കര സുഖിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്താണ്? അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ ദാവീദ് സങ്കടപ്പെടുമ്പോൾ എന്താ പറയണത്? പിടിക്കപ്പെട്ടു, അവൻ്റെ പാപം തെറ്റാണെന്ന്, ആ പാപത്തിൽ അവനെ വീണുപോയെന്ന് പറയുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ നിന്ന് വാൾ ഇനി നീങ്ങത്തില്ലെന്നൊക്കെ നാദാമെന്ന് പറയുമ്പോൾ ദാവീദ് പറഞ്ഞു, വാൾ നീങ്ങുകയോ പീരങ്കി കൊണ്ട് വെടിവെക്കുകയോ എന്തെങ്കിലും ചെയ്യും, എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നെ ഇട്ടച്ചും പോകരുത്. ഇത് മനോഹരമാണെന്നറിയാവാ. നിൻ്റെ വീട്ടിൽ നിന്ന് വാൾ നീങ്ങിപ്പോകത്തില്ലെന്ന് പറഞ്ഞാൽ ചപിക്കുകയാണ്. ഇപ്പം ദാവീദ് ദാവീദൊന്നും പ്രശ്നമില്ല, ഇത്ര വാള് കണ്ട മനുഷ്യനാണ്. പറയും വാള് നീങ്ങിപ്പോകാതിരിക്കുകയോ പീരങ്കി കൊണ്ട് വെടിവെക്കുകയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ ദാവീദിനെ പോലെ, എന്നെ ഇട്ടച്ചും പോകരുത്. ദൈവം ആ പ്രാർത്ഥന കേട്ടു, ഞാൻ നിന്നെ ഇട്ടു പോകത്തില്ലെന്ന്. അബ്സലോം തള്ളിക്കളഞ്ഞപ്പോഴും അഹ്തോബേല് ഒറ്റിക്കൊടുത്തപ്പോഴും കർത്താവ് ദാവീദിനെ കൂടെ നിന്നു.
ദാവീദിനെ ഇട്ടിട്ട് കളഞ്ഞില്ല കർത്താവ്, കൂടെ നിന്നു. ഒലിവുമല ഇറങ്ങി വരുമ്പോൾ പരവേശം കൊണ്ട് അണ്ണാക്കം തള്ളി വരുമ്പോൾ സീബ ഒരു കൊട്ട അപ്പമായിട്ട് നിൽക്കണ മനോഹരമായ കാഴ്ചയുണ്ട്. സീബ, നീ എവിടെ പോകണം? ഞാൻ ആ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ എന്നെ ഉപേക്ഷിച്ചു, രാജധാനി പിടിച്ചെടുത്തു, ജനങ്ങളും പട്ടാളക്കാരും പോയി. നീ എന്ത് എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും, നീ എന്തിനു വന്നു? അപ്പം അങ്ങയ്ക്ക് വിശക്കുമെന്ന് എനിക്ക് തോന്നി. 2 സാമുവേൽ 16 എടുത്തേ. 2 സാമുവേൽ 16 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ദാവീദ് മലമുകൾ കടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ മെഫിബോഷത്തിന്റെ ദാസനായ സീബയെ കണ്ടുമുട്ടി. അവന്റെ അടുക്കൽ 2 കഴുതകൾ ഉണ്ടായിരുന്നു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്കമുന്തിരിക്കുലയും 100 കുല വേനൽക്കാല ഫലങ്ങളും ഒരു തോൽക്കുടം വീഞ്ഞും ഉണ്ടായിരുന്നു. രാജാവ് സീബയോട് ചോദിച്ചു, ഇവയെല്ലാം നീ എന്ത് ചെയ്യാൻ പോകുന്നു? ചില സമയത്തൊക്കെ ഈ മോശസാണ് ദൈവത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിലേ വൈകാരികമായ നിലപാടുകളിലൊക്കെ ദാവീദ് ചില സമയത്ത് ലീഡ് ചെയ്ത് നിൽക്കണ കാണാം. ഇപ്പോൾ സീബയെ കൊണ്ടുവന്ന കണ്ട, സീബയെ ദൈവം കൊണ്ടുവന്നാണേ. പറ. കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് കയറാനും നടന്ന് തളർന്നപ്പോഴേ കഴുതേക്കാരിയിരിക്കുക. അപ്പവും പഴവും ദാസന്മാർക്ക് തിന്നാനും, എല്ലാരെയും കൂടി കടത്തിക്കൂടി വന്നിരിക്കുകയാണ്. ദാസന്മാർക്ക് തിന്നാനും വീഞ്ഞ് മരുഭൂമിയിൽ വെച്ച് തളരുമ്പോൾ അവർക്ക് കുടിക്കാനും. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളെയും ദൈവസ്നേഹം കൊണ്ട് അതിജീവിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നല്ല നല്ല വലിയ വലിയ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. കർത്താവിനോടുള്ള കൃപയിലും സാന്നിധ്യത്തിലും നമ്മൾ നിറഞ്ഞുകൊണ്ടാണ് ആരാധനയിലേക്ക് വരുന്നത്. ഇന്ന് കേട്ട സാക്ഷ്യവചനങ്ങളെല്ലാം സാക്ഷ്യം പറഞ്ഞവരൊക്കെ ചിലരൊക്കെ വചനങ്ങളും പങ്കുവച്ചു. അപ്പോൾ ഒരു സാക്ഷ്യത്തിലൊരു നല്ല മർമ്മമുള്ള വചനം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ആ സാക്ഷ്യം പറയാൻ അനുവദിച്ചത്. സാക്ഷ്യത്തിൻ്റെ അത് വലിയ ഒരു ഉടമ്പടിയുടെ നിലവാരം ഒരു മിനിമം ആണെങ്കിലും പക്ഷേ ആ വചനം ഭയങ്കര ശക്തമാണ്. അദ്ദേഹം പറഞ്ഞ വചനം, ഒരു സാം ജോർജ് ഒരു വചനം പറഞ്ഞില്ലേ, വചനം നല്ല നമ്മുടെ ഉടമ്പടിയുമായിട്ട് വളരെയേറെ ബന്ധമുള്ളൊരു വചനമാണ്. എന്താ അദ്ദേഹം പറഞ്ഞ വചനം? ജ്ഞാനം 16:27 അല്ലേ? എന്താ പറയണത്? അത് ആ വചനം കേട്ടപ്പോഴേ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അത് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ ആ വചനം ഫസ്റ്റ് ടൈം ഇവിടെ വേദിയിൽ കേട്ടപ്പോൾ വേറെ ഒരു മെസ്സേജാണ് വന്നത്. എന്താ വചനം? ജ്ഞാനം 16:27 അഗ്നിയിൽ നശിക്കാത്തത് പറഞ്ഞ് അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി അല്ലേ? ഇപ്പം അരുണോദയം എന്ന് പറഞ്ഞാൽ സൂര്യ ഉദയമാണ്. അഗ്നിയിൽ നശിക്കാത്തത്. ചില കാര്യങ്ങൾ നമ്മൾ കരഞ്ഞും വേദനിച്ചുമൊക്കെ നമ്മുടെ വേദനയുടെയും പ്രയാസങ്ങളുടെയൊക്കെ പിൻബലത്തോടു കൂടി പല പ്രാർത്ഥനകളുടെയും പിൻബലത്തോടു കൂടി നമ്മൾ ഒരു വിഷയം കൈകാര്യം ചെയ്തിട്ട് അതിന് പരിസമാപ്തി ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് അടുത്ത ഓപ്ഷൻ എന്താണ്? അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകിയെന്ന് അല്ലേ? ഇപ്പം ക്യാൻസർ ആയാലും അഗ്നിയിൽ നശിക്കണില്ല. പക്ഷേ പ്രഭാത പ്രാർത്ഥനയാണതിൻ്റെ ആസ്തി. ഇപ്പം നിൻ്റെ സാമ്പത്തികമായ കടമാണെന്ന് വിചാരിച്ചോ, അത് നീ വലിയ ഒരു മിഷണറി അതിൻ്റെ പേര് നിൻ്റെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരൊക്കെ സഹായിക്കാൻ, അതിനെ നശിപ്പിക്കാൻ കഴിവുള്ള, നിൻ്റെ സാമ്പത്തിക ബാധ്യതകളെ നശിപ്പിക്കാൻ കഴിവുള്ള, നിൻ്റെ രോഗത്തെ നശിപ്പിക്കാൻ കഴിവുള്ള മരുന്നായിരിക്കും ചിലപ്പോൾ നീ ഉപയോഗിച്ചിരിക്കണത്. അഗ്നി അതാണ്. നിൻ്റെ രോഗത്തെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്നാണ് നീ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് അഗ്നി.
ചിലപ്പോൾ ആ മരുന്നിനത് ആ രോഗം നശിച്ചെന്ന് വരത്തില്ല. എപ്പോഴാണത് ഉരുകി മാറണത്? അരുണോദയത്തിൽ ഉരുകും. അരുണോദയത്തിൽ വെറുതെ ഉരുകണമല്ല, വ്യത്യസ്തമായ രീതിയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? അരുണോദയത്തിലെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, അതിപ്രഭാതത്തിലെ പുലർകാല വെളിച്ചത്തിലെ, ശരിക്കും ഉടമ്പടി എടുത്തവൻ്റെ പുലർകാല വെളിച്ചം ഏത് വെളിച്ചമായിരിക്കും? അത് ഉടമ്പടിയുടെ നീലത്തിയുടെ വെളിച്ചമാണത്, അല്ലേ? ഉടമ്പടി എടുത്തവൻ്റെ പുലർകാല വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണത്? ഉടമ്പടി നീലത്തിരിയുടെ വെളിച്ചമാണ്, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ വെളിച്ചത്തിലാണ്. അപ്പം എന്താ വചനം പറയണത്? എന്തെല്ലാം ശേഷി കൊണ്ട്, ശേമുഷി കൊണ്ട്, ആളുകൊണ്ട്, അർത്ഥം കൊണ്ട്, അഗ്നി കൊണ്ട് നശിക്കാത്തത് നിന്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പുലർകാല വെളിച്ചത്തിൽ ദൈവം ഒരുക്കിക്കളയും. കൈയടിച്ച് കർത്താവ് ചൊല്ലുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അതുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ. എന്താ അങ്ങനെ പറയാൻ കാര്യം എന്നറിയാമോ? നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പരിശോധിക്കണം. ഞാൻ ഈ മാസം മുഴുവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ? ചിലരുടെ പച്ചത്തിരി ചെറുതും നീലത്തിരി വലുതുമാണ്, ഇല്ലേ? അവിടെയാണ് ഉടമ്പടി പാളിയിരിക്കുന്നത്. നിങ്ങളെ വീട്ടിൽ പരിശോധിച്ചാൽ മനസ്സിലാവും. നീലത്തിരി വലുതും പച്ചത്തിരി ചെറുതുമാണ്. അപ്പോൾ ഉടമ്പടി എവിടെയോ താളം തെറ്റിയത് കാണുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങളാണ് നിങ്ങളുടെ നിങ്ങളാണ് നിങ്ങളുടെ ശത്രു. കാര്യം എന്താ? നിങ്ങൾക്ക് തോന്നുമ്പോൾ കിടന്ന് ഉറങ്ങും രാത്രി. ഉടമ്പടി എടുത്ത വ്യക്തിക്ക്, ഇപ്പം ഒരു ഗർഭിണി, അവരോട് എന്താ പറയും? പപ്പങ്ങ കഴിക്കരുത്, ഈന്തപ്പഴം കഴിക്കരുത് എന്നൊക്കെ പറയാം, അല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നതിൻ്റെ അർത്ഥം. അതുപോലെ ഉടമ്പടി എടുത്ത വ്യക്തിക്ക് കുറച്ച് ഡിസിപ്ലിൻ ഉണ്ടാകണം. പഴയതുപോലെ മൊബൈൽ നോക്കിയ അല്ലെങ്കിൽ കൊച്ചു കഥയും പറഞ്ഞ് രാത്രി ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഒരു 9-9:30 ആകുമ്പോൾ മര്യാദ കിടന്ന് ഉറങ്ങാൻ നോക്കണം. കാര്യം എന്താ? 5:30 പ്രഭാത പ്രാർത്ഥനയുള്ളതാണ്, അച്ചടക്കം. അതാണ് വിഷയം അതിൻ്റെ. അപ്പോൾ ദൈവത്തിന് തോന്നും നമ്മൾ വിശ്വസ്തതയാണ്. കാര്യം ഉടമ്പടിയിൽ വരുന്നത് നിനക്കറിയാമല്ലോ, ഉടമ്പടി പ്രെയർ ഓഫ് ഫിഡലിറ്റിയാണ്. എന്തിൻ്റെയാണ്? വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്, വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയല്ല. അപ്പോൾ ഉടമ്പടിയുടെ ഓരോ അംശവും നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട ഇത് വിശ്വാസമല്ല, എന്താണ്? വിശ്വസ്തത. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ പ്രെയർ പോലെയല്ല ഉടമ്പടി. ഉടമ്പടി കവനൻ്റാണ്, അത് ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. എഗ്രിമെൻറ്റിൻ്റെ വിഷയം എന്താ? വിശ്വസ്തതയാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ അമ്മ വഴി അങ്ങയോട് ചെയ്ത ഉടമ്പടി പാലിക്കാൻ ആവശ്യമായ വിശ്വസ്തതയാൽ എന്നെ നിറക്കണമേ. പരമദിവ്യകാരുണ്യത്തിന് ഇതുപോലെ പ്രാർത്ഥന പാഴായി പോകുന്ന വേറെ ഒരു കേസ് കേട്ടുണ്ട്. വിശ്വസ്തത മാത്രമല്ല, കൃതജ്ഞത. അദ്ദേഹം രണ്ടാമതൊരു വചനം പറഞ്ഞായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് അറിയത്തില്ല. അത് 16:29 കൃതജ്ഞൻ്റെ പ്രാർത്ഥന. കൃതജ്ഞൻ്റെ പ്രാർത്ഥന എന്താണ്? ശൈത്യകാലത്തിലെ മഞ്ഞുരുക്കം പോലെയാണ്. അതാണ് ജ്ഞാനം 16:29. കൃതജ്ഞൻ്റെ പ്രാർത്ഥന പറഞ്ഞേ. ശൈത്യകാലത്തിലെ മഞ്ഞുരുക്കം പോലെയാണ്. എന്താ കുഴപ്പം? അത് ഉപയോഗശൂന്യമായ ജലം പോലെ പാഴായി പോകുന്നു. ഒന്ന് പറഞ്ഞേ. അത് ഉപയോഗശൂന്യമായ ജലം പോലെ പാഴായി പോകുന്നു. ആ വചനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ബൈബിളിൻ്റെ ഒരു പരിമിതിയാണ് എൻ്റെ മനസ്സിൽ വന്നത്. ബൈബിളൊക്കെ ഇങ്ങനെ വലിയ സംസ്കൃത ഭാഷയൊക്കെ എഴുതിയ പാവപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്യാനാണ്? ഇപ്പം ഇന്ന് കുർബാനശൈലി അച്ഛൻ പറഞ്ഞില്ലേ, ബൈബിള് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഭാഷ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? പക്ഷേ റിവൈസ് ചെയ്യുമ്പോഴും വരേണ്ടത് വ്യാഖ്യാനിക്കുന്നവർ. ഇപ്പം കൃതജ്ഞ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായ അർത്ഥം? മനസ്സിലായെന്ന് കൈപൊക്കിക്ക്. കൃതജ്ഞൻ, ഈ കൈ താത്തിക്കോ. നന്ദിയില്ലാത്തവൻ എന്ന അർത്ഥം. ഇതാണ് മലയാളം അതിൻ്റെ. അത് പറഞ്ഞാൽ മതിയായിരുന്നു. കൃതജ്ഞൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മനുഷ്യൻ്റെ പല്ലൊടിഞ്ഞു പോണ പരിപാടിയൊന്നും പറയാതെ മര്യാദക്ക് നന്ദി കെട്ടവൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാവും.
ശൈത്യകാലത്തിൽ മഞ്ഞ് പോലെ, മഞ്ഞുരുക്കം പോലെ ഉരുകി ഒരിച്ച് പാഴായിപ്പോവും. നന്ദിയില്ലാത്തവൻ്റെ പ്രാർത്ഥന. നന്ദിയില്ലാത്തവൻ്റെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, ഈ സാക്ഷ്യം പറച്ചിലൊക്കെ എന്താ? സാക്ഷ്യം പറച്ചിലും സാക്ഷ്യമായി ജീവിക്കണത് എന്താ? നന്ദിയാണ്. തന്നെയല്ല, ദൈവത്തോട് എപ്പോഴും നന്ദി പറയണം. നമ്മുടെ പ്രാർത്ഥനകളെ ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ചിലതിന് ഉത്തരം താമസിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞ്. നിങ്ങളത് നന്ദി കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നന്ദി പറയത്തില്ല. അപ്പോൾ എന്ത് പറ്റും? പാഴായിപ്പോവും, വേസ്റ്റ് വാട്ടറായി പോവും. കുടിവെള്ളമൊക്കെ സെപ്റ്റി ടാങ്കിലെ വെള്ളമായി പോയുള്ള അവസ്ഥ എന്തായിരിക്കും? അതുപോലെയാണ് നന്ദിയില്ലാത്തവൻ്റെ പ്രാർത്ഥന. എത്രയോ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തു തന്നു നമുക്ക്. അതൊന്നും ഓർക്കാതെ പിന്നെ ഒരു വിഷയം വന്നപ്പോൾ ഓടി വന്നിട്ടുണ്ട്. ഇനി ഇതിന് സാധിച്ചിട്ട് പോകും, ഒരിക്കലും നന്ദി പറയത്തില്ല. നന്ദി പറയുകയല്ലേ വേണ്ടത് ദൈവത്തോട്. നന്ദിയുള്ള ജീവിതമാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് പ്രാർത്ഥിച്ചേ. നല്ലവനായ ദൈവമേ, വാഗോണ്ട് നന്ദി പറയുന്നതിനേക്കാൾ നന്ദിയുള്ള ജീവിതം ജീവിക്കുവാൻ കൂടി എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമജീവകാരുണ്യത്തിന്. അപ്പോഴെല്ലാം ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷ നാട്ടുഭാഷയാണ് അല്ലേ? നാട്ടുഭാഷ എന്താ ഉപയോഗിക്കണത്? നമ്മുടെ ചിലപ്പോൾ 2ാം ക്ലാസ്സും 1ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ IAS പക്ഷേ IAS ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാകത്തില്ല, നാട്ടുഭാഷ. ഇപ്പോൾ ബൈബിൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സാധാരണ കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കണം. തന്നെയല്ല, നാട്ടുഭാഷക്കുള്ള പ്രശ്നം ഇത് പെട്ടെന്ന് ഇങ്ങനെ റീച്ച് ചെയ്യും. ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഞാനത് കൃതജ്ഞത കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയാമോ? ഈശോയുടെ ഈ ശൂന്യവൽക്കരണം എന്ന് പറയുന്ന മഹാസംഭവമില്ലേ, അങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് പറയണത്. വെറുമയാക്കി എന്നാണ് അർത്ഥം. നാട്ടുഭാഷയെ പറഞ്ഞാൽ വെറുമയാക്കി. ഈ വെറുമയാക്കിയെന്ന് വെച്ചാൽ പ്രകൃത്യ അവൻ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ ദാസനായി. ഇപ്പം പരിഗണിക്കാതെ എന്നില്ലേ, കർത്താവിൻ്റെ പൊസിഷൻ പരിഗണിച്ചില്ല. അത് പരിഗണിച്ചെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ കട്ടപ്പോകുകയായിരുന്നു അല്ലേ? അവൻ പരിഗണിക്കാഞ്ഞവൻ. അത് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു നാട്ടുഭാഷയുണ്ട്. എന്താണത്? അവനത് വിട്ടുകളഞ്ഞെന്ന് ആൾക്കാരെ സംസാ വിട്ടുകളാ. നമ്മളൊരു ഇഷ്യൂ ഉണ്ടാക്കുമ്പോൾ പറയുന്നത് എന്താണ്? അത് വിട്ടുകളയാൻ പറയും. അതാണ് അതിൻ്റെ നാട്ടുഭാഷ. പരിഗണിക്കാതെ എന്ന് പറയുന്നതിൻ്റെ പോളിഷ് ലാംഗ്വേജിൻ്റെ കൺട്രി ലാംഗ്വേജ് എന്താണ്? വിട്ടുകളയെന്നുള്ളതാണ്. പല കാര്യങ്ങളും ഉടമ്പടിയിലിരിക്കുന്ന ആൾക്കാരെ വിശ്വസ്തതയാണ് കാണിക്കേണ്ടത്. അവർ നന്ദിയുള്ള ജീവിതമാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ? അതെന്താ നന്ദിയുള്ള ജീവിതം എന്ന് പറയണത്? നമുക്ക് ദൈവത്തോട് നന്ദിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനങ്ങളൊക്കെ കേട്ട് ഈശോ എന്നാ പറഞ്ഞത്? നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ അല്ലേ? അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 11:29 ഞാൻ മത്തായിയുടെ സുവിശേഷം അല്ലേ, ഒന്ന് പറഞ്ഞേ. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പോൾ പഠിക്കണത് തന്നെ ഒരു നന്ദി. എപ്പോഴും വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവേ എന്നെ ഈശോനെ പഠിക്കാൻ സഹായിക്കണേ. കാര്യം ഈശോനെ പഠിക്കാത്തതാണ് കുഴപ്പമെന്ന് ഈശോ പറയണത്. ആ സമരക്കാരി ചാടിക്കടിച്ചില്ലേ? ആ നട്ടുച്ച നേരത്തെ കർത്താവ് വേർപ്പം കയറി ഉച്ചയും പോഞ്ഞ് ആ കിണറ്റിൻ്റെ വാതിക്കെ ഇരുന്നപ്പോഴേ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോൾ ആ സമരക്കാരി ചാടിക്കടിച്ചു. നിങ്ങളുടെ ഈ ചാടിക്കടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഉടമ്പടി താമസിക്കും. നന്ദിയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിൻ്റെ മനസ്സിനനുസരിച്ച് നിങ്ങളുടെ സ്വഭാവം നിങ്ങളെ പുനഃക്രമീകരിക്കണം. അതാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സമരക്കാരി എന്താ ചാടിക്കടിച്ചത്? ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തു, പക്ഷേ വീട്ടിൽ ചാടിക്കടിയാണെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ശാന്തമായ പിന്നെയും നമ്മുടെ അനുഗ്രഹങ്ങൾ താമസിക്കാം. പ്രകൃതി മാറ്റം അത്യാവശ്യമാണ് ഉടമ്പടിയുടെ. കാര്യം എന്താ? നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഇപ്പം സമരക്കാർ ചാടിക്കടിച്ചില്ലേ? അവരെന്താ പറഞ്ഞത്? നീ ഒരു യഹൂദനായിരിക്കെ സമരക്കാരെ എന്നോട്
ഇതെന്തൊരു പരിപാടിയാണ് പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം പരവേശം എടുത്തപ്പോൾ യാചിച്ചതിന് ഇവർ ജാതി പറഞ്ഞില്ലേ? അവൻ്റെ പല കാര്യമുണ്ടാ. അടി പാഴ്സൽ മുതലൊക്കെ കൊടുക്കേണ്ടതാണ്. പക്ഷെ കർത്താവ് കൊടുക്കത്തില്ല. കർത്താവ് എന്താ ചെയ്യണത്? അതാണ് കർത്താവ് ഉടനെ അവിടെ ലെവലിലേക്ക് കയറി വന്നില്ല. കർത്താവ് ഈശോയുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് എന്താ പറഞ്ഞത്? നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നതും ആരാണെന്നും നീ അറിയുകയും നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ എന്ത് മധുരമായിട്ടാണ് പറഞ്ഞത്. ഈശോ എന്നാ പറഞ്ഞ? മകളെ ഇങ്ങനെ ചാടിക്കടിക്കണേ എന്താ കാര്യമെന്നറിയാമോ? എന്നെ അറിയാത്തത് കൊണ്ടാണ്. എന്ത് സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 4:10 യോഹന്നാൻ്റെ സുവിശേഷം. നിൻ്റെ പ്രകൃതിയിൽ ഈ വന്നിരിക്കുന്ന ചാടിക്കടിയില്ലേ? ഇപ്പം ഈ ചാടിക്കടിക്കാൻ വന്നിരിക്കണത് എന്താണെന്നറിയാമോ? കാരണം എന്നെ അറിയാത്തത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ പ്രകൃതി മാറണത് ഈശോനെ അറിയുന്നതനുസരിച്ച് കൊണ്ട് പ്രകൃതി മാറും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. അപ്പോൾ യോഹന്നാൻ 4:10 ഈശോ പറഞ്ഞില്ലേ, എന്നെ അറിയാത്തതാണ് നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതാണ് ഈശോ പറഞ്ഞത്. എന്നെ അറിയാത്തതാണ് നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അത് വലിയൊരു മർമ്മമാണ് കേട്ടോ. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ പഠിക്കൂ, എന്നെ പഠിക്കൂ എന്ന് പറയും. അറിയാത്തവരെന്താ ചെയ്യേണ്ടത്? അറിയാത്തവരെന്നാ ചെയ്യേണ്ടത്? പഠിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ പഠിക്കൂ. എന്താ പഠിക്കേണ്ടത്? ഞാൻ ശാന്തശീലനാണ്, പിന്നെന്താണ്? വിനീത ഹൃദയനാണ്, എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ആശ്വാസം ലഭിക്കും. ദൈവികമായ ആശ്വാസത്തിൻ്റെ എല്ലാം അടിസ്ഥാനം ഈശോയെ പഠിക്കലാണ്. കൈ അടിച്ച് കർത്താവ്. നമ്മൾ യോഹന്നാൻ 4:10, മത്തായി 11:29 ഇൻ്റർകണക്റ്റഡാണ്. കർത്താവ് പറയും, നിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളുടെ പരിഹാരം എന്താ? എന്നെ അറിയാത്തതാണ്. എന്നെ അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്നെ പഠിക്കണം. എന്താണ് പഠിക്കേണ്ടത്? ഞാൻ ശാന്തശീലനാണെന്ന് പഠിക്കണം. എന്താണ് ശാന്തശീലൻ എന്ന് പറയുമ്പോൾ? ശാന്തശീലർക്കുള്ള ഗുണം എന്താ? ശാന്തശീലർ അനുഗ്രഹീതരാകുന്നു. പറഞ്ഞേ, അവർ ഭൂമി കൈവശമാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് മത്തായി 5:5 മലയിലെ പ്രസംഗങ്ങളിൽ ഒന്നാണത്. എന്താണ്? നമ്മൾ ശാന്തശീല വ്യഗ്രതയാണ് പ്രശ്നം ഇല്ലേ? ഹാർട്ട് അറ്റാക്കും അൾസറും ഉണ്ടാകണത് എന്താണ്? വ്യഗ്രത കൊണ്ടല്ലേ അല്ലേ? അപ്പം വ്യഗ്രതയ്ക്കെതിരാണ് എന്താണ്? ശാന്തശീല. ഈ ശാന്തശീല എങ്ങനെ? ഈ മത്തായി 5:5 ഭൂമി എന്ന് പറയുന്നത് എന്താണ്? ജീവിത ലക്ഷ്യം. ഈ ജീവിത ലക്ഷ്യം നമ്മൾ കൈവശമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശാന്തത ശീലമാക്കണം. എങ്ങനെയാണ് ഈ ശാന്തശീലമാക്കണത്? ഈശോയെ സ്നേഹിക്കുമ്പോഴാണ് ശാന്തശീലം ഉണ്ടാകണം. എന്താണ്? നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്? പരിശുദ്ധ അമ്മ വഴി നമ്മുടെ ജോലി, വീട്, വിവാഹം എല്ലാം ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. നമ്മൾ സാക്ഷ്യങ്ങൾ എന്തുമാത്രം കേട്ടു. ഇപ്പം ഇന്നത്തെ സാക്ഷ്യത്തിൽ ഞാൻ പത്രത്തെഴുതി കൊടുത്തതാണോ നിങ്ങളിവിടെ കേട്ടതാണോ എന്ന് അറിയത്തില്ല. 49 വയസ്സൊക്കെ ഉള്ള ആൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞാണോ സാക്ഷ്യം? ഇവിടെ പറഞ്ഞതാണോ? ശരി. അപ്പം എന്താ 2 സാക്ഷ്യം ഒരുമിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പോൾ 49 വയസ്സ്. ഇന്നാളെ കേട്ടത് 46 വയസ്സാണ് കേട്ടത്. 46 വയസ്സുള്ളവർ വിവാഹം കഴിച്ച്. ഇപ്പം നമ്മൾ കേട്ടത് 49 വയസ്സ്. അപ്പോൾ ഈ ഉടമ്പടിയുടെ റേഞ്ച് വേണ പൂക്കുണ്ടല്ലേ. പണ്ടൊക്കെ ഞങ്ങൾക്ക് 35 വയസ്സുള്ളവർ കല്യാണം കഴിച്ചെന്ന് കേട്ടാൽ ഞാൻ ഉടനെ ആ സാക്ഷ്യം ഭയങ്കര സന്തോഷത്തോടെ സൈൻ ചെയ്യുമായിരുന്നു. ഇപ്പോഴാണ് അതിനെയും കവഴിഞ്ഞാണിത് വരണത്. അതുപോലെ മക്കളില്ലാത്ത ആൾക്കാർ തന്നെ 20 വർഷമായിട്ട് മക്കളില്ലാത്തവരെ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് 2 കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കണത്? അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് 2 കുഞ്ഞുങ്ങളുമായിട്ട് സാക്ഷ്യം പറഞ്ഞില്ലേ. ഈ മാസം ആദ്യം 2 കുഞ്ഞുങ്ങളുമായിട്ട് ഉടമ്പടി. അവർക്ക് 20 വർഷമായിട്ട് മക്കളില്ല. ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ആ ആഴ്ചയിൽ അവർക്ക് കർത്താവ് കുഞ്ഞിനെ കൊടുത്തു, 2 കുഞ്ഞുങ്ങളെ കൊടുത്തു.
അപ്പോഴെന്താ പ്രശ്നം? ശാന്തശീലത എന്ന് പറയുന്നത് ശാന്തതയുടെ ഉള്ളിൽ എന്താ സംഭവം? എന്താണ് ശാന്തത? ഐ ആം മീക്ക് ആൻഡ് ഹംബിൾ എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് സ്വഭാവം വെരി സീരിയസ് ആണ്. കർത്താവുമായിട്ട് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്വഭാവം നമ്മൾ കാലാന്തരത്തിൽ സംശീകരിക്കണം. ഒന്നെന്താണ്? മീക്ക് എന്ന് വെച്ചാൽ ശാന്തശീലത. മറ്റെന്താണ്? ഹംബിൾ, വിനയം, എളിമ. എളിമയാണ് ഈ വിട്ടുകളയെന്ന് പറയുന്ന സംഭവം. മനസ്സിലായ? നമ്മൾ ആരോ ആണെന്ന് നമ്മൾ ധരിക്കുമ്പോഴാണ് നമുക്ക് എളിമ നഷ്ടപ്പെടുന്നത്. എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ഉടമ്പടി ഒഴുകി വരണ്ടേ മക്കളെ? ദൈവം വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു എന്നല്ലേ പറയണത്, അല്ലേ? നമ്മൾ പത്രോസിൻ്റെ 5 വായിക്കുമ്പോഴും യാക്കോബിൻ്റെ 4-6 വായിക്കുമ്പോഴും ലേഖനങ്ങൾ വായിക്കുമ്പോൾ ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുന്നു. പക്ഷേ എളിമ എങ്ങനെ ഉണ്ടാകും? നമ്മൾ ആരോ ആണെന്ന് ഉള്ള നിലവാരത്തിൽ നിന്നാണ് താഴേക്ക് വരേണ്ടത്. അതാണ് കർത്താവ് താഴേക്ക് വന്നത്. വിട്ടുകളഞ്ഞു. അവൻ പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല, വിട്ടുകളഞ്ഞെന്ന്. ഇപ്പം നിന്നോടൊരാൾ അപമര്യാദയായിട്ട് പെരുമാറി. ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, എൻ്റെ ചേട്ടായി, എൻ്റെ അപ്പം മരിച്ചതാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സെമിനാരി ചേർന്നത്. എൻ്റെ ചേട്ടായിയാണ് പിന്നെ എല്ലാം നോക്കിയത്. പക്ഷേ എൻ്റെ പട്ടത്തിൻ്റെ ഒരു 2-3 മാസം മുമ്പ് ആൾ നാട് വിട്ടുപോയി. ഞാൻ ഒറ്റക്കായിപ്പോയി. അന്ന് വീടും എല്ലാം ഉറഞ്ഞതായിരുന്നു. പിന്നെ സെമിനാരിന്ന് ലീവെടുത്ത് വന്ന് കുറേ ബന്ധുക്കളോടൊക്കെ കടം വാങ്ങിച്ച് ഒറ്റക്ക് നിന്നാണ് കുറച്ച് ആൾക്കാരുടെ ഈ വീട് പണിത് കൂട്ടി ഒരു കണക്കിന് തല്ലിക്കുട്ടി എടുത്ത് 10 മനുഷ്യർ വന്നതല്ലേ. നിങ്ങളെന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാകുവേ. ഞാൻ വന്നൊരു വഴിയുണ്ട്. അന്ന് ഇവർ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എനിക്ക് തോന്നി അവർ മതിയെന്ന്. നിങ്ങൾക്കും ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ ഇവരെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്ത് തരണത്, ഇവർ മതിയെന്ന്. ബാക്കി ആരോടും പരിഭവമില്ല, പരാതിയില്ല. എല്ലാം റെഡിയായി. ഓർഡിനേഷൻ്റെ തലേ ദിവസം ചേട്ടായി പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാം, ചേട്ടാ എന്നോട് അങ്ങനെ ചെയ്തില്ലേ എന്ന്, ഇല്ലേ? പക്ഷേ വിട്ടുകളയണം. അവിടെയാണ് ഉടമ്പടി വരേണ്ടത്. വിട്ടുകളയണം. ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അതെല്ലാം വിട്ടുകളയണം. അതാണ് അവൻ പരിഗണിച്ചില്ല എന്ന് പറയുന്നത്. ശ്രുതികട ഹല്ലേലൂയ. നിൻ്റെ അപ്പനോട്, നിൻ്റെ അയൽവാസിയോട്, നിൻ്റെ അളിയനോട്, അയൽവാസികളോട്, നിൻ്റെ ശത്രുക്കളോട് ആരോടും വിട്ടുകളയണം മക്കളെ. എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ കർത്താവിനെ പ്രതി വിട്ടുകളയണം. എന്താണ്? എന്നിൽ നിന്ന് പഠിക്കുവേൻ. നമുക്ക് വേറെ ആരുടെയൊന്നും പഠിക്കാനില്ല. ഈശ്വരനെ പഠിക്കാനുള്ള ഏറ്റവും വലിയ എന്താണെന്നറിയാവോ? സെൻറ്റ് പോൾ പറയാൻ മറന്നു പോയതോ, സെൻറ്റ് പോളിനോട് പരിശുദ്ധാത്മാവ് സ്നേഹത്തെക്കുറിച്ച് തോരാതെ സെൻറ്റ് പോൾ പറയും. സ്നേഹം എന്താണ്? സകലതും ക്ഷമിക്കുന്നു, സകലതും അതിജീവിക്കുന്നു, സകലതും സഹിക്കുന്നു എന്ന് പറയുമ്പോഴും പരിശുദ്ധാത്മാവ് പറയും, ജോസഫ്, സെൻറ്റ് പോൾ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്താണ്? സ്നേഹം എല്ലാം മനസ്സിലാക്കുന്നു. ദ ലവ് ജീസസ് ഈസ് അണ്ടർസ്റ്റാൻഡിങ്. സ്നേഹം മനസ്സിലാക്കുന്നു. സെൻറ്റ് പോൾ പറയാത്തതാണ്. ഈ സൗമ്യത വരണത് എവിടെ നിന്നാണ്? അണ്ടർസ്റ്റാൻഡിങ് ലവിൽ നിന്നാണ്. മനസ്സിലാക്കുന്ന സ്നേഹത്തിൽ നിന്നാണ്. മനസ്സിലാക്കുന്ന സ്നേഹം എന്താണ്? നമ്മൾ ആരുമായി നമ്മൾ ധരിക്കാതെ നമ്മളെ താഴ്ത്തുമ്പോൾ എളിമയിൽ നിന്നാണ് മനസ്സിലാക്കുന്ന സ്നേഹം വരണത്. കൈ അടിച്ച് കടത്താണ് കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ടാണ് യവന്മാർ സാപത്ത് ദിവസമില്ലേ കണ്ടവൻ്റെ പാടശേഖരത്തു നിന്ന് കട്ട് പറിച്ച് തിന്നില്ലേ? കർത്താവിനെ നാണം കെടുത്തിയില്ലേ? നാട്ടുകാരുടെ മുമ്പിൽ കർത്താവ് കൊച്ചായിപ്പോയി. ഫരിസേരും നിയമജ്ഞരും കയ്യോടെ കർത്താവിനെ പിടിച്ചു. പറഞ്ഞ് ദേ നോക്കിയേ, സാപത്താണിന്ന്. വൃത്തികെട്ടവന്മാരെ കണ്ടവൻ്റെ പാടശേഖരത്തു നിന്ന് കട്ട് തിന്നുകയാണ്. ഇവനെ കിടന്ന് ട്രെയിൻ ചെയ്യണത് ഇപ്പം മനസ്സിലായി. അവരാരാണെന്ന് മനസ്സിലായി, നീ ആരാണെന്ന് മനസ്സിലായി. എല്ലാം കള്ളത്തരമാണെന്ന് പറഞ്ഞു. പത്രോസ് വിഷമിച്ചു പോയി. പത്രോസ് ഓർത്ത് അന്ന് തന്നെ സസ്പെൻഷൻ കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പത്രോസ്, ഈശോ എന്നാ പറഞ്ഞത്? ഈശോ പത്രോസിനെ സേവ് ചെയ്യും. എങ്ങനെ സേവ് ചെയ്യും? സംരക്ഷിക്കും. ഒരു വാക്കെതിരെ പറയാതെ പറയും. ദാവീദും അനുചരന്മാരും വിശന്നപ്പോഴേ ദേവാലയത്തിൽ കയറി കാഴ്ചയപ്പം എടുത്ത് തിന്നില്ലേ? ദേവാലയത്തേക്കാൾ വലുവനാണ് ഇവിടെ നിൽക്കുന്നത്. അവർ ഉപവസിക്കുന്ന കാര്യം പറയുമ്പോഴും പറയും അവരിപ്പോൾ ഉപവസിക്കത്തില്ല. മണവാളൻ കൂടെയില്ലാത്ത കാലം വരും.
അന്ന് അവർ ഉപവസിച്ചോളും. കാത്തിരിക്കാൻ കർത്താവിന് മനസ്സുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നാണ് ഈ മനസ്സിലാക്കുന്ന സ്നേഹം വരുന്നത്, ഉറവ് പൊട്ടി വരുന്നത്. പത്രോസിനെ ഈശോ മനസ്സിലാക്കി. നിൻ്റെ കൂടെ ആരെല്ലാം ഉണ്ടോ, ഈശോ പറയും, ഞാൻ നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ അവരുടെ ബലഹീനതയോട് കൂടി നീ മനസ്സിലാക്കണം. അതാണ് ഉടമ്പടി. അതുകൂടിയാണ് ഉടമ്പടി. അതിനു വേണ്ടിയാണ് ഉടമ്പടി. എന്തിനാണ്? മനസ്സിലാക്കുന്ന സ്നേഹത്താൽ യേശുവിൻ്റെ കൃപ നിന്നിൽ നിറയാൻ വേണ്ടി നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നത് ഉടമ്പടി. കൈ അടിച്ച് കിടത്താണ്. ഹല്ലേലൂയ. യേശു സ്വന്തം ഹല്ലേലൂയ. നിങ്ങളെ ഈശോ ഇപ്പം ഉടമ്പടി നിങ്ങൾക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ടല്ലേ. ഇതെല്ലാം പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെടി മണ്ണിലെ അമ്മയുടെ മധ്യസ്ഥത്തിൽ കർത്താവിനോട് ചെയ്തിരിക്കുന്നതാണ്. അതാത് കാലത്ത് ദൈവം നിനക്ക് നിറവേറ്റിത്തരും. പക്ഷെ നിൻ്റെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവായിരിക്കണം നിൻ്റെ ലക്ഷ്യം, വസ്തുവായിരിക്കരുത് നിൻ്റെ ലക്ഷ്യം. അവിടെയാണ് വണ്ടിക്ക് പുറകെ കൊണ്ടുവന്ന് കുതിരയെ കെട്ടണ ഒരു പരിപാടി. അതുകൊണ്ടാണ് നീ ഇത് മുമ്പോട്ട് പോകാത്തത്. ക്രിസ്തുവായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇപ്പം എന്താണ്? വസ്തുവാണ് നമ്മുടെ ലക്ഷ്യം. ഓരോ വസ്തുക്കളില്ല, ഓരോ സംഭവങ്ങൾ. അങ്ങനെയല്ല, ക്രിസ്തുവായിരിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങേ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ, അങ്ങേ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്നേഹത്താൽ അഭിഷേകം ചെയ്യണമേ. സൗമ്യതയിൽ അഭിഷേകം ചെയ്യണമേ. ശാന്തതയിൽ അഭിഷേകം ചെയ്യണമേ. എളിമയിൽ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. അപ്പം ഈശോ പറഞ്ഞില്ലേ, എല്ലാത്തിൻ്റെയും കുഴപ്പം എന്താ? അറിയാത്തതാണെന്ന് പറഞ്ഞില്ലേ ഇല്ലേ? ഇതുപോലും ഈശോ പോലും ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പൂർണ്ണതയിലാണ് വചനത്തിൻ്റെ സത്യത്തിൻ്റെ സൂര്യനിലേക്ക് എത്തിച്ചേരണത്. വചനത്തിൻ്റെ സത്യത്തിൻ്റെ സൂര്യനിലേക്ക് ഈശോ പോലും എത്തിച്ചേരണത് ഒരു പ്രയാണത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശാന്തശീലരാകുവിൻ, കാത്തിരിക്കാൻ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന് ആവശ്യം, നിൻ്റെ പൂർണ്ണ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് എത്തണവരെ കർത്താവ് നിനക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. അച്ഛൻ എന്താ ഉദ്ദേശം എന്നറിയാവോ? അറിയാതെയാണ് ചെയ്തതെങ്കിൽ അല്പം മാത്രമേ പകരം കിട്ടത്തുള്ളൂ എന്ന് ഈശോയുടെ ഒരു വചനമുണ്ട്. ഈശോയുടെയൊക്കെ പറയത്തില്ലേ, അവൻ അറിയാതെയാണ് ചെയ്തതെങ്കിൽ കുറച്ച് മാത്രമേ പ്രഹരം കിട്ടത്തുള്ളൂ എന്ന് പറയും ഇല്ലേ? അത് ഈശോയുടെ ഒരു ഉപമയിലുള്ളൊരു വചനമാണത്. പക്ഷേ ഈശോ കുരിശിൽ കിടക്കുമ്പോൾ എന്താ പറയണത്? ആ കുറച്ച് പ്രഹരം ഉണ്ടായത് പോലും ഈശോ എടുത്ത് മാറ്റും. കുറച്ച് പ്രഹരം കൊടുക്കണമെന്നുള്ളൊരു നീതിബോധമുണ്ടല്ലോ, അതുകൂടി അങ്ങോട്ട് കുരിശിലെടുത്ത് മാറ്റിയിട്ട് പറയുമ്പോൾ, അപ്പാ അവർക്ക് ജാമ്യം കൊടുക്കണം അപ്പാ. നോൺ ബെയിലബിളാണ് ചെയ്തിരിക്കണം അവരെ. കാര്യം നിൻ്റെ ഒന്നിനൊരു മകനെയാണ് അവർ കൊസിച്ചിരിക്കുന്നത്. ഒരു കാലത്തും ജാമ്യം കിട്ടാത്ത കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രഹരവും ഒരുമിച്ച് കിട്ടാൻ പറ്റിയ ജോലിയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും പറയും, അപ്പാ അവർക്ക് ജാമ്യം കൊടുക്കണം. എന്താ കാര്യം? അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അതാണ് അവസാനം പറയണത്. പ്രഹരിക്കാൻ പറയണില്ല അവിടെ. പണ്ട് പറഞ്ഞതാണ്, അറിയാതെയാണ് ചെയ്താലും അല്പം പ്രഹരം കൊടുക്കാമെന്ന് പറയും. പക്ഷേ കുരിശിൽ താൻ എല്ലാ പ്രഹരവും അവർക്ക് വേണ്ടി കൂടിയുള്ള പ്രഹരങ്ങളെ അവൻ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ജാമ്യം അനുവദിക്കാൻ വേണ്ടി വക്കീൽ തുണിയില്ലാതെ അപ്പനോട് കെഞ്ചണതാണ് കുരിശ്. കൈയിട്ടിച്ച് കിടത്താണ്. ഹല്ലേലൂയ. യേശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് അനുഭവിക്കുന്നത്. ആൻഡ് ജീസസ് ഈസ് യുവർ ഫ്രീഡം. കർത്താവാണ് നിൻ്റെ സ്വാതന്ത്ര്യം. കർത്താവ് നിനക്ക് വേണ്ടി ഏത് നിമിഷവും നിൻ്റെ മേത്ത്, നിൻ്റെ ശരീരത്ത് ഒരു മണ്ണ് വീഴാതിരിക്കാൻ വേണ്ടി അവൻ അവസാന നിമിഷം വരെ ശ്രദ്ധിക്കും. ശ്രുതികട ഹല്ലേലൂയ. സെൻറ്റ് പോൾ പറയുമേ, നിങ്ങളിലെ ക്രിസ്തു രൂപപ്പെട്ടു വരാൻ വേണ്ടി ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുകയാണെന്ന്. പ്രിസലാണ്. അപ്പോൾ ഞാൻ സെൻറ്റ് പോളിനോട് തിരിച്ചു പറയും, നിങ്ങളല്ല ആദ്യം ഈറ്റുനോവ് അനുഭവിച്ചത്. ഈറ്റുനോവ് അനുഭവിച്ച ഒരാളുണ്ട്, നിങ്ങളങ്ങനെ കണ്ടിട്ടില്ല. ആരാണത്? അമ്മയാ. ലോകത്തിലെ ക്രിസ്തു രൂപപ്പെട്ടു വരാൻ വേണ്ടി ആദ്യം ഈറ്റുനോവ് അനുഭവിച്ച ആളാണ് അമ്മ.
ആ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് ദൈവവേദലെ നീ ഉടമ്പടി ചെയ്യുമ്പോൾ നീയും മനസ്സിൽ അമ്മേ, അമ്മയുടെ ഉദരത്തിൽ ക്രിസ്തു രൂപപ്പെട്ടതുപോലെ എൻ്റെ ഹൃദയത്തിൽ ഈ ഉടമ്പടി വഴി ക്രിസ്തു രൂപപ്പെട്ട് വരണമേ. ഒന്ന് പ്രാർത്ഥിച്ച്, അമ്മേ, അമ്മയുടെ ഉദരത്തിൽ ക്രിസ്തു രൂപപ്പെട്ടു വന്നതുപോലെ ഈ ഉടമ്പടി ജീവിതം വഴി എൻ്റെ ഹൃദയത്തിലെ ക്രിസ്തു രൂപപ്പെട്ടു വരുവാൻ, ക്രിസ്തു വഴി ഞാൻ ലോകത്തെ ജീവിതത്തിൽ ജയിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഇനി സന്തോഷത്തോടെ എഴുന്നേൽക്ക്. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയത്തിൻ്റെ മേൽ ദൈവ തീരുമാനം ഉണ്ടാകാൻ പോണ സമയമാണ്. സന്തോഷത്തോടെ എഴുന്നേൽക്കുക. കർത്താവ് നല്ല നല്ല വചനങ്ങൾ നമുക്ക് നൽകി. രാത്രി വീട്ടിൽ പോയിട്ട് ആ വചനങ്ങൾ യൂട്യൂബിൽ ഒന്നുകൂടെ കേൾക്കണമേ. സന്തോഷത്തോടെ എഴുന്നേറ്റോ. ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുക ആൾക്കാരെ എല്ലാവരും. ഹാപ്പി ആയിരിക്കുക. നമുക്ക് കൃപാസനത്തിന് ഈശോ തന്ന ഒരു വലിയൊരു സമ്മാനമാണ്. ഒത്തിരി സമ്മാനം തന്നിട്ടുണ്ടേ. അതിലൊരു സമ്മാനമാണ് കൈവെപ്പ് പ്രാർത്ഥന. ഉടമ്പടി പ്രകാരമുള്ള കൈവെപ്പ് പ്രാർത്ഥന. നിങ്ങളെ ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ, രോഗാതുരമായ ഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി പ്രകാരമാണ്. ഉടമ്പടിയുടെ പഴയ ഒരു ജസ്റ്ററാണ് കൈവെപ്പ്. അച്ഛനിടയ്ക്ക് പറയാറുണ്ടത്, അബ്രാഹാം തൻ്റെ മകൻ ഇസഹാക്കിന് വേണ്ടി റബേക്കയെ തിരക്കി ഫ്രിത്തിനെ വിടുമ്പോൾ അവനുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന തുടയുടെ കീഴിൽ കൈവച്ചുകൊണ്ടാണ്. ഉടമ്പടിയുടെ ഒരു മാനറിസമാണ് കൈവെപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ കൈവെക്കാൻ പോകുന്നത് എവിടെയാണ്? നമ്മുടെ രോഗമുള്ള ഇടങ്ങളിലെല്ലാം നമ്മൾ കൈവെക്കുമ്പോൾ നമ്മൾ പറയണം, ഇത് ഞങ്ങൾ അങ്ങയോട് ചെയ്ത ഉടമ്പടിയുടെ അനുസ്മരണയിലാണ് ഈ കൈവെക്കണത്. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിലാണ് നമ്മൾ കൈവെക്കണത്. ഉദരവേദനക്കാർ ഉദരത്തിലെ കൈവെക്കേണ്ടതാണ്. ഉദരവേദന പലതരത്തിലുണ്ട്. ഒത്തിരിയേറെ സിസ്റ്റുകൾ, മുഴകളെല്ലാം ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്യാതെ പ്രാർത്ഥനാ സമയം പൊട്ടി ഒലിച്ചു പോയി സൗഖ്യപ്പെട്ടതും, മഹോദരം പ്രാർത്ഥനാ സമയം കരളിലെ ലീക്കേജ് ഇല്ലാതാവുകയും വയറ് ചൊട്ടിപ്പോയതും സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. ശരീരം ദൈവത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. ശരീരം ദൈവത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണ്. ഒരു ശരീരത്തിൻ്റെ അവശത കൊണ്ട് നീ വേദനിച്ച് നിൻ്റെ സംയമനം നഷ്ടപ്പെട്ട്, നിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ട്, നിൻ്റെ ജീവിതം അലങ്കൂലമാകാൻ ദൈവം ആഗ്രഹിക്കണില്ല. ബേസിക്കായിട്ട് അതാണ് രോഗശാന്തിയുടെ അടിസ്ഥാനങ്ങളിലൊന്ന്. കേവലം ഭൗതികമായ എൻറ്റിറ്റിയാണ് കൂടുതലായി രോഗശാന്തിക്കുള്ളത്. നീ സുഖമായി ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചത്. നീ സന്തോഷമായി ജീവിക്കണം. അതുകൊണ്ടാണ് കർത്താവ് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തിയത്. ശവപ്പെട്ട് ചുമന്നുകൊണ്ട് പോയത് കണ്ടപ്പോൾ ആ വിധവയുടെ മകനാണെന്നുള്ള വിധവ പറഞ്ഞില്ല, ഞാൻ വിധവയാണ്, എൻ്റെ ഒരേ ഒരു മകനാണ് ഈ കൊണ്ടുപോണത്, ഇനി എനിക്ക് ആരുമില്ലെന്നൊന്നും ആ ചേടത്തി പറഞ്ഞില്ല. കർത്താവ് കണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അവനൊരു മകനാണെന്നുള്ളത് ആര് മനസ്സിലാക്കി? കർത്താവ് സ്വയം മനസ്സിലാക്കി. ആ പുറവെ കരഞ്ഞുകൊണ്ട് വരുന്നത് വിധവയാണ്, അവൻ്റെ അമ്മയാണെന്ന് ആര് മനസ്സിലാക്കി? കർത്താവ് സ്വയം മനസ്സിലാക്കി. വിധവ കരയേണ്ടെന്ന് കർത്താവ് പറഞ്ഞു. യുവാവ് മരിക്കണതും കർത്താവ് അറസ്റ്റ് ചെയ്തു, പെൻഡിങ് വെച്ചു. അങ്ങനെ നിൻ്റെ മരണത്തെപ്പോലും സസ്പെൻഡ് ചെയ്യാനുള്ള കരങ്ങളാണ്, കൊടുങ്കാറ്റിനെ സസ്പെൻഡ് ചെയ്ത കർത്താവിൻ്റെ കരങ്ങൾ കൈയിടിച്ച് കർത്താവ് ചൊല്ലുക. നിൻ്റെ രോഗാതുരമായ സ്ഥലങ്ങളിൽ നിൻ്റെ കൈ വെക്കുമ്പോൾ നീ പറയരുത് എൻ്റെ കൈയാണെന്ന് പറയരുത്. പിന്നെ ആരുടേതാണ്? എൻ്റെ കർത്താവിലുള്ള വിശ്വാസത്താൽ അവൻ്റെ കൈയാണിതെന്ന്. ഉദരരോഗികൾ ഉദരത്തിൽ കൈവെക്കട്ടെ. പിസ്റ്റുല രോഗികൾ, ഗർഭാശയ സിസ്റ്റുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ കടുത്ത വേദനയും നിറ്റലുള്ളവർ, മൂത്രം വിട്ടിട്ട് പോകുന്നവർ, ബ്ലഡ് വിട്ട് പോകുന്നവർ,
വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർ, എല്ലാ ലീക്കേജുകളും നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ജീവിതം മുഴുവനും സങ്കടകരമാക്കി കളയും. അതൊന്നും കർത്താവ് ആഗ്രഹിക്കണില്ല. രക്തസ്രാവ രോഗിയെ സുഖപ്പെടുത്തിയ കർത്താവാണ്. ജീവനോടെ ദിവ്യത്താറയിലെ ദിവ്യകുർബാനയായി എഴുന്നള്ളിയിരിക്കുന്നത്. ഫിഷർ രോഗികൾ, പൈൽസ് രോഗികൾ, പിസ്റ്റില രോഗികൾ എല്ലാവരും അടിവയറ്റിൽ കൈവെക്കട്ടെ. ഒരു നിമിഷം പറയുക, കർത്താവേ, എൻ്റെ കൈയല്ല ഇത്, ഞാൻ നിൻ്റെ വിശ്വാസത്താൽ നിൻ്റെ കൈകളാക്കിയതിനെ രൂപാന്തരപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ഉടമ്പടിയുടെ ബലത്താൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരമടിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തിപ്പാടുകയാണ്. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നടുവിട്ട് പോയവർ ഇന്നൊരു സാക്ഷ്യം കേട്ടില്ലായിരുന്നോ? പാങ്ക്രിയാസ് പിളർന്നു പോയവരും വിട്ടുമാറിയവരും. അവരൊരു നിമിഷം കൊണ്ട് കർത്താവ് ആ വ്യക്തിയെ ആരാധനയിലാണ് സുഖപ്പെടുത്തിയത്. അതാണ് നിൻ്റെ ആന്തരിക അവയവത്തിൻ്റെ അവസ്ഥ എന്ത് തന്നെയായാലും. ഈ ലോകത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരുപക്ഷെ ഏറ്റവും അടുത്ത് പ്രത്യക്ഷപ്പെട്ട ഒരേ ഒരു സ്ഥലമാണിത്. അമ്മ പ്രത്യക്ഷപ്പെട്ട മരീൻ അപ്പാരിഷൻസ് എല്ലാം ഒന്നെങ്കിൽ 30 മീറ്റർ അകലെ, അല്ലെങ്കിൽ 20 മീറ്റർ അകലെ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് മീറ്റർ ആകാശത്തിലായിരിക്കും. ഇതങ്ങനെയല്ല. അടുത്തറയിൽ എനിക്ക് വേണേൽ അമ്മയെ തൊടാമായിരുന്നു. വെറും 1 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പക്ഷേ ലോകത്തിലെ കത്തോലിക്ക പുരോഹിതരിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു അപൂർവ ആൾത്താറയാണിത്. അതുകൊണ്ടാണ് ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും പവർ. എന്താണ് ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയാണ് സഭയുടെ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ പഠിക്കാൻ വേണ്ടി, സഭ പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതാണ് പ്രത്യക്ഷയുടെ പ്രാർത്ഥനയുടെ മർമ്മം. ഇപ്പോഴും നമ്മൾ കൈവെക്കാൻ പോകുന്നത് നടുവെല്ലിലാണ്. ചില ആൾക്കാർ പറയല്ലേ, എൻ്റെ നടുവ് വളഞ്ഞതാണ്. ഇപ്പം ഇന്നൊരു സാക്ഷി നമ്മൾ കേട്ടില്ലേ, വളഞ്ഞ കാല് നേരെയായത് അല്ലേ? അസ്ഥികൾ നേരെയാക്കുന്ന കുറേ സാക്ഷ്യങ്ങൾ ഇവിടെ ഇതിക്ക് മുമ്പ് വന്നിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ അതിൻ്റെ റീസൺ അല്ല എടുക്കേണ്ടത്. വൈദ്യശാസ്ത്രം ഒത്തിരി റീസൺ പറയും, അത് എല്ല് നേരെയാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന്. അത് അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ അൾത്താരയിൽ വൈദ്യശാസ്ത്രമല്ല നോക്കണത്, ഉടമ്പടിയുടെ മെരിറ്റാണ്. ഉടമ്പടിയുടെ മർമ്മം എന്താ? ഉടമ്പടിക്കൊരു ശാസ്ത്രമുണ്ട്. എന്താണത്? നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഡിക്റ്റം. അതിൻ്റെ നിൻ്റെ മെരിറ്റിലല്ല, നിൻ്റെ കഴിവിലല്ല, എൻ്റെ കൃപയിൽ. അതുകൊണ്ടാണ് 39 പ്രാവശ്യം IELTS തോറ്റവർ, 38 പ്രാവശ്യം IELTS തോറ്റവർ 30 ഉടമ്പടി എടുത്തതിന് ശേഷം ജയിക്കണത്. 38 പ്രാവശ്യം തോറ്റ ആൾ തന്നെയല്ലേ അത്. അയാൾക്ക് 39 പ്രാവശ്യം തോക്കണേ കുഴപ്പമില്ലല്ലോ. അയാൾക്ക് അതാണ് കപ്പാസിറ്റി. അപ്പം അയാളുടെ കപ്പാസിറ്റിയിലല്ല ഇത് വർക്ക് ചെയ്യണത്, ദൈവത്തിൻ്റെ കപ്പാസിറ്റിയിലാണ്, കഴിവിലാണ്. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ബൈബിളൊക്കെ ഞാൻ ചെയ്യണ പോലെ നിങ്ങൾ ചെയ്യണം. എന്താ ചെയ്യണത്? ബൈബിള് അതുപോലെ അങ്ങ് വിശ്വസിക്കും. ആ വാക്കിൽ എന്താ എഴുതിയിരിക്കണത് അതതുപോലെ വിശ്വസിക്കും. അവിടെ യുക്തിയൊന്നും കൊണ്ടുവരത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹമയ മുട്ട വിരിയണത് എങ്ങനെയാണ്? തള്ളക്കോയുടെ ചൂട് കൊണ്ടാണ്. വചനം വിരിയണത് എങ്ങനെയാണ്? ദൈവത്തോടെ സ്നേഹത്തിൻ്റെ ചൂട് കൊണ്ടാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആഴമായ പ്രബോധനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ഞങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ സങ്കടങ്ങളും സമർപ്പിക്കുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലേ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കും. അപ്പോൾ സന്തോഷത്തോടെ ഇനി കൈവെക്കേണ്ടത് കിഡ്നി രോഗികളെ നടുവിന് കൈവെക്കണം. 2 കൈ വെക്കണ്ട, 1 കൈ ഫ്രീ ആക്കണം. വേറെ എവിടെയെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അവിടെ വെക്കണം. നെഞ്ചുവേദനക്കാരെ ഉണ്ടാകും. കരൾ രോഗികൾ, പാങ്ക്രിയാസ് രോഗികൾ ഇടത് നെഞ്ചിൻ്റെ താഴെ കൈവെക്കണം. നെഞ്ചുവേദനക്കാരെ, ഹൃദയരോഗികൾ, കരൾ രോഗികളൊക്കെ നെഞ്ചിൻ്റെ പൊട്ടിന് കൈവെക്കണം. എവിടെയാണോ അസ്ഥിവേദനയും കുറേ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. കൈ ഒരിക്കലും ഉയർത്താൻ പറ്റാതിരുന്നവരൊക്കെ കൈ ഉയർത്തി അവിടെ പേശിയും അസ്ഥികളും എല്ലാം യഥാസ്ഥാനത്തേക്ക് വന്നതിൻ്റെ നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ടതാണ്. അതെല്ലാം യൂട്യൂബിലുണ്ട്. ഇപ്പോൾ കൈവെക്കുമ്പോൾ ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കുക. എന്നിട്ട് പറയണം, ഈശോൻ്റെ നാമത്തിലാണ് ഞാൻ ഈ കൈവച്ചിരിക്കണ കർത്താവ്, ഈ കൈ നിൻ്റെ കൈയായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. അമ്മേ മധ്യസ്ഥം വഹിക്കണമേ എന്നും പ്രാർത്ഥിക്കണം. എണ്ടികൾ, കണ്ണ്, മൂക്ക്, ചെവിയെല്ലാം അവർ നെറ്റിയിലാണ് കൈവെക്കേണ്ടത്. കണ്ണിന് അസുഖമുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, ചെവിക്ക് നീറിറങ്ങിയവർ, ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന ഡിസ്ചാർജ് ഉള്ളവർ, മൂക്കിനും മുഖത്തിനുമൊക്കെ വിഷമങ്ങളുള്ളവർ നെറ്റിയിലാണ് ഇപ്പോഴും കൈവെക്കേണ്ടത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയുടെ മധ്യസ്ഥതയിലെ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പ്രകാരം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഉടമ്പടി പ്രകാരം ഈശോയുടെ നാമത്തിലെ രോഗസ്ഥലങ്ങളിലെ ഞാൻ കൈവെക്കുന്ന മനോരോഗികള്, ഉറക്കമില്ലാത്തവര്, പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, അസ്ഥി രോഗികള്, പേശി രോഗികള്, ആന്തരിക അവയവങ്ങളിലെ രോഗമുള്ളവര് യേശുനാമത്തിലെ ഈ കൈകള് യേശുവിൻ്റെ കൈകളായി ഈ നിമിഷം മാറട്ടെ. യേശുനാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലകളുടെ മേലും ദിവ്യകാരുണ്യത്തിന് സ്പർശനം നൽകണമേ. വിദൂരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. കർത്താവേ, വ്യത്യസ്ത രാജ്യങ്ങളിൽ ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം, ദേഹി, ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായ ദേഹം, ദേഹി, ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. മക്കളെ, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ശരീരമാസകലമുള്ള രോഗികളുണ്ട്. അതായത് നഖം തൊട്ട് ശിഖ വരെയുള്ള രോഗികൾ, ചിലപ്പോൾ അലർജിക്കാരും. കൃപാസനത്തിൽ കുറേ സാക്ഷ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാക്ഷ്യങ്ങളാണ് അലർജി രോഗങ്ങൾ. അതിൻ്റെ അകത്ത് തുമ്മൽ തൊട്ട് അത് പഴകിയ അലർജി രോഗങ്ങൾ തന്നെ എന്തുമാത്രം നമ്മൾ കേട്ടു സാക്ഷ്യത്തിലെ 15 കൊല്ലമൊക്കെ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്നഫ് അലർജി, പൊടി അലർജി, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന അലർജി, കാലാവസ്ഥയുടെ അലർജി, അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അലർജി, ഇങ്ങനെ പലതരം അലർജികളുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഇത് അലർജി വരാത്തവർക്ക് തോന്നും ഇത് എന്നാ അതൊക്കെ വലിയ കാര്യമാണെന്ന്. പക്ഷേ വന്ന് നോക്കണം, വിവരം അറിയണമെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വല്ല പുഴയിലും എടുത്ത് ചാടാൻ തോന്നിപ്പോകും. അത്രയും വിഷമമാണ് അലർജിക്കാർ അനുഭവിക്കുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് കൈവെക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതൊക്കെ അച്ഛൻ പറഞ്ഞെല്ലാം കേൾക്കണം. വാതരോഗികളുണ്ട്. പിന്നെ വാതരോഗം ശരീരം മൊത്തം എന്ന രോഗമാണ്. പിന്നെ തലച്ചൂട് കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവർ, പിന്നെ മുടിക്കൊഴിച്ചിലുള്ളവർ, ഇതൊന്നും
കൃപാസനത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇതെല്ലാം ദൈവം നമുക്ക് തന്നതല്ലേ. അപ്പോൾ ഒന്നും നിസ്സാരമല്ലെന്ന് നടത്താം. അതാണ് ഈശോ പറഞ്ഞത്, നിൻ്റെ ഒരു മുടി കൊഴിയുമ്പോൾ ഞാൻ അറിയുന്നു എന്ന്. എന്താ പറയുന്നത്? അത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. ദൈവത്തിന് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എന്ത് പ്രാധാന്യം കൊടുക്കുന്നു അതനുസരിച്ചാണ് നമുക്ക് അനുഭവം വരുന്നത്. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ, എന്തിനാ ദൈവത്തോട് ചോദിക്കേണ്ട, ദൈവത്തിനെല്ലാം അറിയാൻ പാടില്ല എന്ന്. മണ്ടത്തരാണത്. അതാണ് ഈശോ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞില്ലേ. എന്താ കാര്യം? നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്നറിയാനാണ് അങ്ങനെ പറയണത്. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ദൈവം അത് ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള രോഗങ്ങൾ, ഇനി അച്ഛൻ എവിടെയെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ശരീരത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടൽ, അവന് വിസർപ്പ രോഗങ്ങൾ അതൊക്കെയാണ് പ്രാർത്ഥിക്കാൻ പോണത്. പിന്നെ വേരിക്കോസിൻ്റെ അസുഖമുള്ളവർ അത് പ്രാർത്ഥിക്കാം. കുറേ വേരിക്കോസുകാരെ അമ്മ അത് തറയെ സുഖപ്പെടുത്തി സാക്ഷ്യം പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ രോഗങ്ങളുള്ളവർ ഇപ്പം ചെയ്യേണ്ടത് കൈ സ്വസ്തികയായിട്ട് വെക്കണം. ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ശരീരമാസകലം ഞാൻ അനുഭവിക്കുന്ന സർവ്വരോഗങ്ങളും വിശുദ്ധ രക്തത്താൽ തളിക്കണമേ. ദിവ്യകൃപാനയുടെ ശക്തിയാൽ ഈശോയുടെ നാമത്തിൽ ഞാൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരും സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. സർവ്വവിധമായ രോഗങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, അമിതമായ സാന്നിധ്യങ്ങൾ നിറയ്ക്കണമേ. മാരക രോഗങ്ങൾ മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, മരിക്കും രോഗിക്ക് സൗഖ്യമാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇനിയിപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഭൗതിക സാഹചര്യങ്ങളാണ്. ഇപ്പോഴും നിങ്ങൾ പരീക്ഷകൾ പാസ്സായി, പക്ഷെ നിങ്ങളുടെ പ്രോസസ്സിങ് നടക്കണതേ ഉള്ളൂ. അതിന് വേണ്ടത്ര സ്പീഡില്ല. ആ വിഷയങ്ങളെല്ലാം ഇപ്പോൾ എടുക്കും. കരുതല ഓരോ കടമ്പയാണല്ലോ. ദൈവം നമ്മുടെ കൂടെ സഞ്ചരിച്ചാൽ, കാര്യം ചില വിഷയങ്ങളിൽ നമ്മൾക്കോ ഏജൻറ്റിനോ കൺട്രിക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മ തന്നെ ആ വിഷയം അവിടെ എത്തിച്ചേരണം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പെൻഡിങ് കേസ് കിടപ്പില്ലേ, അതാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. പാസ്സായി പക്ഷെ കയറിപ്പോകാനൊത്തില്ല, താമസിക്കുന്നു. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നിയമങ്ങൾ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ പല പല വിഷയങ്ങളെ കൊണ്ട് വിസ പ്രോസസ്സിങ് നടക്കണില്ല. അങ്ങനെ പെൻഡിങ് ആയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉടമ്പടി ചെയ്തു പോയ എല്ലാ മക്കളെയും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളും ഈ ശുശ്രൂഷ ലൈവായി ചേരുന്ന എല്ലാവരും, ഉടമ്പടി എടുത്തുപോയ എല്ലാവരും, കർത്താവേ, തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ വിസ പ്രോസസ്സിങ്ങും, എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ കമ്മ്യൂണിക്കേഷൻസും, കറസ്പോണ്ടൻസും, യേശുവേ, നിയമ തടസ്സങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ യേശുനാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. സംബന്ധമായ വിഷയങ്ങൾ, വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിച്ച് നിയോഗം സമർപ്പിക്കുന്നവരുടെ നിയോഗങ്ങൾ കർത്താവേ അത്ഭുതകരമായി ഇടപെടണമേ. ഹല്ലേലൂയ. ചേർന്ന് പാടാം. അഗ്നിതൻ അഭിഷേകമായി
വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി വളരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇനി ഡേറ്റ് ഇടുക. ദൈവം തന്ന നമ്മുടെ ഈ 2019 നമുക്ക് നൽകിയ രണ്ടാമത്തെ ഒരു ആനുകൂല്യമാണ് ഡേറ്റ്. ഞാൻ നേരത്തെ ഡേറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയരുത്. പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കേണ്ടതാണ്. അതാണ് 18:1 നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഡേറ്റ് ഇട്ടതാണെന്ന് പറയരുത്. ഇപ്പം നീ ഡേറ്റ് ഇടുക. വിവാഹം താമസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡേറ്റ് ഇടുക. മക്കളെ കിട്ടാൻ താമസിക്കുന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ ഡേറ്റ് ഇടുക. നിൻ്റെ ജോലി, ഇൻ്റർവ്യൂ, പരീക്ഷ, ഡേറ്റ്, IELTS, OET, HMOH, അത് ഇങ്ങനെയുള്ള എല്ലാ B1 B2 എക്സാമിനേഷൻസ്, ഇതോട് വന്നിട്ട് CBT, എല്ലാ ഇതിനും ഡേറ്റ് നീ മനസ്സിൽ ഓർക്കുക. ചില ഡേറ്റ് നിനക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ അമ്മയ്ക്കറിയാം. അമ്മ ആ ഡേറ്റ് ആ പരീക്ഷയെ സമർപ്പിക്കണമെന്ന് പറയണം. എല്ലാത്തിനും സ്ഥലം, അളവ്, കോടതി കേസ്, ഉടമ്പടി, സ്ഥലം രജിസ്ട്രേഷൻ, എല്ലാം, നിൻ്റെ യാത്ര, എല്ലാത്തിൻ്റെയും ഡേറ്റ് പറയണം. അച്ഛനോട് ചേർന്ന് പറയാം, അമ്മേ, പരിശുദ്ധ അമ്മേ, സമയത്തിൻ്റെ അമ്മേ, ഞാനിപ്പോൾ മനസ്സിൽ കുറിച്ച എല്ലാ തീയതികളും സമയവും പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് ഏൽപ്പിക്കുന്നു. അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാം എന്ന് അരുളിച്ചെയ്ത കർത്താവേ, പിന്നീട് ഒന്നും അങ്ങയോട് ചോദിക്കേണ്ടാത്ത, ആവശ്യമില്ലാത്തതുപോലെ എല്ലാ മേഖലകളിലും അഭിഷേകവും അനുഗ്രഹവും പ്രാപിക്കുവാൻ ഇടയാക്കണമേ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. മക്കളെ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക വിഷയത്തിൽ വലിയ വിഷമം അനുഭവിക്കുന്നവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ചെയ്യാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മക്കളുടെ പഠന വൈകല്യമുള്ളവർ, ഓട്ടിസമുള്ള മക്കൾ, പിന്നെ ഒരു കുഴപ്പമില്ല, പക്ഷേ പഠന വൈകല്യമാണ്. ഈ കുത്തിയിരുന്ന് പഠിക്കത്തില്ല, പഠിക്കണ മനസ്സിലാവത്തില്ല, ഭയങ്കര മാർക്ക് കുറവാണ്. എപ്പോഴും നമ്മൾ PT ടീച്ചറെ വിളിച്ചിട്ട് ക്ലാസ്സിൽ പോകാനേ നമുക്ക് നേരെയുള്ളൂ. നമുക്ക് പേടിയാണ് അവൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ, കാർഡ് കിട്ടുമ്പോൾ. അങ്ങനെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. പിന്നെ നമ്മുടെ മക്കൾ ഏതെങ്കിലും വഴി പിശകിൽ തെറ്റായ ബന്ധങ്ങളിൽ പോയി ചാടി എപ്പോഴും മൊബൈലും ഭ്രാന്തി പിടിച്ച പോലെ നടക്കുന്ന കുറേ കുടുംബങ്ങൾ സങ്കടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അവരെല്ലാം പരിശുദ്ധ അമ്മയല്ലേ, മക്കളുടെ അമ്മ. അമ്മയ്ക്ക് ഏൽപ്പിക്കുക. എൻ്റെ മകനെ, എൻ്റെ മകളെ അമ്മയ്ക്ക് ഏൽപ്പിക്കുന്നു. അമ്മ ഈശോയുടെ മുമ്പിൽ അവരെ ഏൽപ്പിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുക. മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓരോരോ തരത്തിൽ വേദന അനുഭവിക്കുന്നവർ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്ന പ്രത്യേകമായ അവസ്ഥകളിലും അപകടങ്ങളിലും അപകട ബന്ധങ്ങളിലും അകപ്പെട്ടു പോയവരെ അമ്മേ വിടുവിക്കണമേ. ദുശ്ശീലങ്ങള്, മാരകരോഗങ്ങള്, ജനിതക വൈകല്യങ്ങള് അമ്മയെ ഏറ്റെടുക്കണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിത മേഖലയിൽ ഏറ്റെടുക്കുന്നു. വിദൂര ജില്ലകളിൽ നിന്നുകൊണ്ട്, വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവര് നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. മാരക രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കുകയാണ്. തീരാവ്യാധികൾ ഈശോ സുഖപ്പെടുത്തുകയാണ്. ദുഃഖ ദുരിതരെ ഈശോ ആശീർവദിക്കുകയാണ്. സന്താനരഹിതരെയും ഭവനരഹിതരെയും കർത്താവിനെ ആശീർവദിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.